ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നമ്മൾ കണ്ടതൊന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ പ്രഭാമണ്ഡലത്തിലെ സ്വർണം കൂടി അവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. സെപ്റ്റംബർ 7 ദ്വാരപാലക പാളി അഴിച്ചുമാറ്റി എന്നിടത്തുനിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ്. ഇതിപ്പോൾ എന്തൊക്കെ ശബരിമലയിൽ ഇനി ശേഷിക്കുന്നുണ്ട് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അല്ലേ? പക്ഷേ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ആദ്യമേ അതിലൊരു ക്ലാരിറ്റി വരുന്നത്, അതായത് ശബരിമലയിൽ നിന്ന് കൂടുതലായി ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് ഇതുവരെ നേരത്തെ പറഞ്ഞു തന്നെ. അതായത് രണ്ട് കേസുകളാണ് ശബരിമലയിലുള്ളത്. ഒന്ന് ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോയി എന്നുള്ളൊരു കേസും ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോയി എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമ്പോഴാണ് ദ്വാരപാലക പാളികൾ മാത്രമല്ല 2019 മാർച്ച് മാസത്തിൽ കട്ടളയിലെ പാളികളും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതും വെളിവാകുന്നത്. അങ്ങനെ രണ്ട് FIR കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്തു. ഒന്ന് ദ്വാരപാലക പാളികൾ അടിച്ചുമാറ്റി എന്നുള്ളതും, രണ്ട് കട്ടളപ്പാളി നഷ്ടപ്പെട്ടത്. നമ്മൾ ഈ കട്ടളപ്പാളി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒറ്റ ഒരു പീസായിട്ടാണ് നമ്മൾ മനസ്സിൽ വരുന്നതും അങ്ങനെയാണ് ആൾക്കാരെ തെറ്റിദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. കട്ടളപ്പാളി എന്ന് പറയുന്നത് 7 പാളിയാണ്. അതായത് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പ് പാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, കട്ടളയുടെ മുകൾപ്പടി ചെമ്പുപാളി, കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം. അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ ഇത്ര 7 പ്ലേറ്റുകൾ ചേരുന്നതാണ് ഈ കട്ടളയിലെ അലങ്കാരം. അതാണ് അവരെ എടുത്തുകൊണ്ട് പോയത്. അതിൽ നമ്മൾ ഈ പ്രഭാമണ്ഡലം എന്ന് പറഞ്ഞ് ഇപ്പോൾ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഭക്തർക്ക് പ്രശ്നം വരും. കാരണം പ്രഭാമണ്ഡലം എന്ന് മാത്രം പറയുന്നത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിന് ചുറ്റും മുകളിലായിട്ട് വെക്കുന്ന ഒരു പ്രഭാമണ്ഡലമുണ്ട്. അതല്ല, അതായത് ഈ കട്ടളപ്പാളിയുടെ ഒരു പ്ലേറ്റ് പ്രഭാമണ്ഡലം, അതായത് വ്യാളി രൂപവും ശിവരൂപവും അടങ്ങുന്ന ഒരു പ്രഭാമണ്ഡലം കട്ടളയിലുണ്ട്. ഈ 7 പ്ലേറ്റുകൾ കൂടെ ചേരുന്നതാണ് കട്ടളപ്പാളി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ വാർത്തയുടെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം SIT ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. അതിനുവേണ്ടി ഒരു കസ്റ്റഡി അപേക്ഷ നൽകി. ആ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്, ഈ കട്ടളയിൽ പതിപ്പിച്ചിരുന്ന 7 പാളികൾ ഇവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പണിക്കൂലിയായി എടുത്ത 109 ഗ്രാം സ്വർണവും അതുപോലെ തന്നെ 474 ഗ്രാം സ്വർണവും എന്ന് പറഞ്ഞ് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും കുറച്ച് സ്വർണം തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഉരുക്കിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സ്വർണം ഈ കട്ടളപ്പാളിയിൽ ഉണ്ടായിരുന്നു. അത് കണ്ടെത്താൻ വേണ്ടി പ്രതികളെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് കസ്റ്റഡി അപേക്ഷ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ തന്നിരിക്കുന്നു, അതും അതാണ് കട്ടളപ്പാളിയിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണ്ണമെന്ന് SIT പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്വർണ്ണം തിരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലുണ്ട്. പക്ഷേ എത്ര കൂടുതലുണ്ടെന്ന് അറിയണമെങ്കിൽ VSCയിൽ കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം സാമ്പിൾ VSCയിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്വർണം ആ സാമ്പിൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അത് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിൽ ഈ മോഷ്ടിച്ച സ്വർണ്ണം എന്ത് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ഇവരെ ചോദ്യം ചെയ്യണം. ആത്യന്തികമായി SIT അന്വേഷിക്കുന്നത് ഈ ഉരുക്കി എന്നുള്ള സാധനം SIT വിശ്വസിച്ചിട്ടില്ല. അതായത് ദ്വാരപാലക പാളികളിലെ ഓരോ പ്ലേറ്റുകളാണ്. അതും കട്ടളപ്പാളി എന്ന് നമ്മൾ പറയുന്ന 7 പ്ലേറ്റുകളും, ആ 7 പ്ലേറ്റുകളും ഉരുക്കി എന്നാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും നിരന്തരം മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ SIT അങ്ങനെ വിശ്വസിക്കുന്നില്ല. SIT വിശ്വസിക്കുന്നത് ഇത് എടുത്തുകൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഒറിജിനൽ മറച്ചു വിട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റാണ് ശബരിമലയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് ഒറിജിനൽ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് പങ്കജ് ഭണ്ഡാരിയും ഈ ഗോവർദ്ധനും അറസ്റ്റിലായത്. അവരെ രണ്ടുപേരെയും കൃത്യമായി ചോദ്യം ചെയ്യാൻ SITക്ക് പറ്റിയില്ല. അന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിത് ഉരുക്കി സ്വർണ്ണം എടുത്തു, ആ സ്വർണ്ണമാണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെന്ന്. അങ്ങനല്ല അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ഏതോ ടീമിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഉരുക്കിയെടുത്ത സ്വർണ്ണം എന്ന് പറഞ്ഞ് തുണ്ടിയായിട്ട് കൊടുക്കുന്നത്. അതെ. അപ്പം ഇവരെ ഇപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ 2 പേരെയും കൂടെ ചേർത്തെടുത്ത് ചോദ്യം ചെയ്തത്. അതിൽ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. അത് SITക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ VSCയിൽ കൊടുത്തിരിക്കുന്ന റിസൾട്ട് വരുമ്പോൾ കൃത്യമായി ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ദ്വാരപാലക പാളികളിലെയും ഈ കട്ടളപ്പാളിയിലെ 7 പാളികളുടെയും ഒറിജിനലാണോ ശബരിമല ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാകും. മാത്രമല്ല അതിൽ 98-ൽ എത്രമാത്രം സ്വർണ്ണം അതിൽ പതിപ്പിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ചും ആ റിസൾട്ടിലുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഇവർ എത്ര സ്വർണ്ണമാണ് എടുത്തുകൊണ്ടുപോയി എന്നുള്ളത്. അതല്ലാതെ ഇപ്പോൾ പറയുന്നത് പോലെ പുതിയതായി ശബരിമലയിൽ നിന്ന് സ്വർണം, പുതിയ ഉപകരണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ ഉരുപ്പടികളിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് SIT കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത തെറ്റാണ്. നിലവിൽ ഇപ്പോൾ SIT കൊടുത്തിരിക്കുന്ന കസ്റ്റഡി അപേക്ഷ കട്ടളപ്പാളിയിൽ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്നാണ്. കട്ടളപ്പാളി എന്ന് പറയുന്നത് ഒറ്റ പീസല്ല, അത് 7 പീസാണ്. അത് വ്യാളിമുഖവും ശിവരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം അടക്കമുള്ള 7 പീസുകളാണ് കട്ടളപ്പാളി. അതാണ് ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത. ശരി, എന്തായാലും നേരത്തെ തന്നെ SITയുടെ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ അതിൽപ്പെട്ട് തന്നെയാണ്, അതായത് ദ്വാരപാലക പാളിയും ഒപ്പം തന്നെ കട്ടളപ്പാളിയിലുള്ള 7 പ്ലേറ്റുകളും. അതാണിപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും SIT ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒറിജിനൽ എവിടെ എന്നുള്ളത് SIT എന്തായാലും ഇതിങ്ങനെ ഉരുക്കി മാറ്റി എന്നുള്ള കാര്യം വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകും.